Hello friends, welcome back to PSC Pathashala. Ranjit here. So 10th level preliminary examination വേണ്ടി നമ്മളൊരു ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ നൽകിയിരുന്നു. അതിൻ്റെ ആദ്യ സ്റ്റേജിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു 120 അവേഴ്സിൻ്റെ ചലഞ്ചാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 100 അവേഴ്സിൻ്റെ ചലഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യത്തെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ, ഇനിയും കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുക. ഒട്ടും തന്നെ പാനിക് ആവേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ആദ്യ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു ചലഞ്ചിന് റെഡിയാണ് എങ്കിൽ അത് കമന്റ് സെക്ഷനിലൂടെ മെൻഷൻ ചെയ്യൂ. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. യെസ്, സോ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ നൽകുന്നത് 100 മണിക്കൂറിന്റെ ഒരു ചലഞ്ചാണ്. ഇവിടെ 80 മണിക്കൂറിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പഠനവും 20 മണിക്കൂറിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവിഷനുമായിരിക്കും ഉൾപ്പെടുത്തുക. സോ ആദ്യത്തെ സ്റ്റേജിലെ പോലെ തന്നെ 5 മണിക്കൂറിൻ്റെ മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അർത്ഥം ദിവസേന കറക്റ്റായിട്ട് 5 മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് പഠനത്തിന് അവൈലബിൾ ആയിട്ടുള്ള സമയം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നാൽ നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ സൈക്കിളിൻ്റെ ഒരു റിപ്പീറ്റേഷൻ വരിക 5 മണിക്കൂർ എന്ന രീതിയിലായിരിക്കും. സോ 5 അവർ മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ GK വിഭാഗത്തിലെ ടോപ്പിക്കുകൾക്ക് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 45 മിനിറ്റ് ആണ്. സോ ആ 45 മിനിറ്റ്, അതായത് ഓരോ ടോപ്പിക്കുകൾക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 45 മിനിറ്റ് ആണ്. സോ ഈ 45 മിനിറ്റ് നിങ്ങൾ വിനിയോഗിക്കേണ്ടത് 40 മിനിറ്റ് വളരെ ആക്റ്റീവായിട്ട് പഠിക്കുക. അവസാനത്തെ 5 മിനിറ്റ് ആ പഠിച്ച കാര്യങ്ങൾ വളരെ ക്യുക്കായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഒരു ക്യുക്ക് റിവിഷൻ മാത്രമാണ്, അതായത് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റഡി ബ്രേക്സ് നൽകിയിട്ടില്ല. ബേസിക്കലി നിങ്ങൾ എക്സോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ 5 മണിക്കൂറിന്റെ ഈ മൊഡ്യൂൾസ്, അത്തരത്തിലുള്ള 4 മൊഡ്യൂൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത മൊഡ്യൂൾ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂറാണ് പഠിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 4 ദിവസത്തെ പഠനത്തിന് ശേഷം 5ാമത്തെ ദിവസം റിവിഷൻ ആയിരിക്കും. ഓക്കെ, മണിക്കൂറാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കൗണ്ട് ചെയ്യേണ്ടത്. അതായത് 5 മണിക്കൂർ ഉൾപ്പെടുന്ന അത്തരത്തിലുള്ള 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷമുള്ള അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം. വീണ്ടും 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു മൊഡ്യൂൾ റിവിഷൻ, ഈ രീതിയിലായിരിക്കും. സോ അങ്ങനെ 80 മണിക്കൂറിൻ്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പഠനവും 20 മണിക്കൂറിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷനുമായിരിക്കും നിങ്ങൾക്ക് ഈ സ്റ്റേജ് 2 വഴി ലഭിക്കുക. ഇനി നമ്മൾക്ക് ഈ സ്റ്റേജിലെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. സോ കഴിഞ്ഞ തവണ നൽകിയതുപോലെ തന്നെ റെഗുലർ, ഓൾട്ടർനേറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെഗുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മൊഡ്യൂൾസിലും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകളാണ്. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിടവിട്ട മൊഡ്യൂൾസിൽ, അതായത് റെഡ് ബ്ലോക്കിൽ പെടുന്ന കാര്യങ്ങൾ ആദ്യത്തെ മൊഡ്യൂളിലാണ് എങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഈ ഗ്രീൻ ബ്ലോക്കിൽ പെടുന്ന വസ്തുതകളായിരിക്കണം, മൂന്നാമത്തേതിൽ വീണ്ടും റെഡ് ബ്ലോക്കിൽ പെടുന്നവ. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എനിവേ, റെഗുലർ ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ റെഗുലർ മൊഡ്യൂൾസിൽ ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി 45 മിനിറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്യുക. മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് വന്ന ആളുകൾക്ക് അത് റിവൈസ് ചെയ്യാവുന്നതാണ്, അത് പഠിക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക ആ ഒരു രീതിയായിരിക്കും. അതായത് പ്രധാനമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, വിവിധ മേഖലകളിൽ കലാ സാംസ്കാരിക വിവിധ പുരസ്കാരങ്ങൾ, പദ്ധതികൾ, ഇത്തരത്തിലുള്ള വസ്തുതകളുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ദേശീയ തലത്തിലുള്ള അത്തരത്തിലുള്ള സമകാലീന സംഭവങ്ങൾ, അന്തർദേശീയ തലത്തിലുള്ള ചില കാര്യങ്ങൾ, ഈ രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് വരിക. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്കാണ്. അതിനുശേഷം ദേശീയ തലത്തിലുള്ളവ, അന്തർദേശീയ വസ്തുതകൾ എന്നത് വളരെ ചുരുക്കം ചോദ്യങ്ങൾ മാത്രം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മേഖലയാണ്. സോ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ആ ടോപ്പിക്കുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് റെഫർ ചെയ്തുകൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതുമാണ്. ഓക്കെ, സോ അങ്ങനെ 45 മിനിറ്റ്സ് എല്ലാ മൊഡ്യൂൾസിലും നിങ്ങൾ വിനിയോഗിക്കുക. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയത, അവകാശങ്ങൾ, കടമകൾ എന്ന വിഭാഗമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് GKയിൽ ഏറ്റവും സ്റ്റാറ്റിക് ആയിട്ടുള്ള, അതായത് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത്. ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട ദേശീയ ഗാനം, അതുപോലെ ദേശീയ ചിഹ്നം, ഇത്തരത്തിലുള്ള വസ്തുതകൾ പഠിക്കുക. അവകാശങ്ങൾ, കടമകൾ, അതായത് പൗരാവകാശങ്ങളെക്കുറിച്ച് പഠിക്കണം. പ്രത്യേകിച്ച് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചില നിയമങ്ങളുണ്ട്. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ചില നിയമങ്ങൾ, അതുപോലെ തന്നെ പൗരാവകാശം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ച് പഠിക്കുക. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ കമ്മീഷനുകൾ നിങ്ങൾക്കറിയാം. സോ ഈ വസ്തുതകൾ വളരെ വ്യക്തമായി പഠിക്കുക. ഇതിനും 45 മിനിറ്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേസിക് അരിത്തമെറ്റിക്കും ജനറൽ സയൻസുമാണ്. ഇവ രണ്ടും ആദ്യ ഷെഡ്യൂളിൽ നമ്മൾ റെഗുലർ ടോപ്പിക്കിൽ ഓരോ മണിക്കൂർ വീതം നൽകിയ ടോപ്പിക്കുകളാണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു വിഭാഗം തന്നെ നിങ്ങൾക്ക് അതിലൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ബേസിക് അരിത്തമെറ്റിക് കൂടുതലായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുക. ഓക്കെ, കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പഠിച്ചു തീരാനുണ്ട് എങ്കിൽ അത് പഠിക്കാവുന്നതാണ്.
എങ്കിൽ തന്നെയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് അത് ടൈം ബൗണ്ടായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 10th ലെവലിലുള്ള LDC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 20 ചോദ്യങ്ങളുണ്ടാകും. അത് വളരെ ടൈം ബൗണ്ടായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അവിടെ വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ്വലായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഹാഫ് ആൻ അവർ ബേസിക് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുക. ജനറൽ സയൻസ് ഇതുപോലെ തന്നെയാണ്, ഷോർട്ട് ടോപ്പിക്കുകളാണുള്ളത്. ഹാഫ് ആൻ അവർ എന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുക്കുന്നു, അത് വളരെ വ്യക്തമായി പഠിക്കുന്നു. ആ രീതിയിലാണ് റെഗുലർ മോഡ്യൂൾസിൽ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഓൾട്ടർനേറ്റ് മോഡ്യൂൾസിൽ നമ്മൾ വളരെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ നൽകിയ ആ GK ടോപ്പിക്കുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 1 hour ആണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത്തവണ അത് 45 minutes ആണ്. സോ അതിലൂടെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു 100 hours കൂടി നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുത്തിയിരിക്കുന്ന ഒരു അഡിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ വായന റെഗുലർ മോഡ്യൂൾസിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അത് ഓൾട്ടർനേറ്റ് മൊഡ്യൂളിലാണ്. സമാന രീതിയിൽ തന്നെയാണ്, അതായത് സോഷ്യൽ സയൻസിന് 40 minutes, സയൻസിന് 20 minutes എന്ന രീതിയിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക. സോഷ്യൽ സയൻസിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്, നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സയൻസ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കമ്പൈൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 20 minutes മാത്രം നിങ്ങൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ GK വിഭാഗമാണ്. ഇതിനു വേണ്ടി 1 hour എന്ന രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ GK വിഭാഗം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും GK പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യം, അതായത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിക്ക് ചെയ്യുക. അത്തരത്തിലുള്ള ചില ചോദ്യ പേപ്പറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് സിലബസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ചോദ്യങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുന്നു. അതിനുശേഷം അതുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 2-3 ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതാണ്. അനുബന്ധ വിവരങ്ങൾ എന്ന രീതിയിൽ ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് ഒരുപാട് പേജുകൾ പഠിക്കണമെന്നല്ല. എന്താണ് ബേസിക്കലി അവിടെ PSC ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ആ ചോദ്യത്തിലൂടെ PSC അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. ആ ചോദ്യവും ഉത്തരവും പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആ വസ്തുതകൾ പഠിക്കുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. സോ ഈ ലെവലിലുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും റീസെൻ്റ് ആണ് എങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നത് മാത്രമാണ്. ഓക്കെ, ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GK വിഭാഗത്തിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്ന ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു പരിശീലനം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും. ചില ഫാക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഓൾട്ടർനേറ്റ് മൊഡ്യൂൾസിലുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടത്. സോ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു 100 hours പൂർത്തിയാക്കുക. സോ ഈ 100 hours നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ആ സിലബസിന്റെ ഭാഗം ഏതാണ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതുവരെയായിട്ടും PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്, അവിടെ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ ലഭ്യമാവും. ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. സോ ടെലിഗ്രാം ചാനൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക, ഐഡിയലി ഒരു 5 hours എങ്കിലും നിങ്ങൾക്ക് ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, മിനിമം 5 hours എങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 20 daysനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, എനിവേ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള സമയം വളരെ ഡെഡിക്കേഷനോട് കൂടി ഉപയോഗിക്കുക. ഈ 100 മണിക്കൂറിൽ 1 minute പോലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. പഠനത്തിനുള്ള സമയം അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു ചലഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ആ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.